ക്ലോസ് സി നിങ്ങൾ പരിശോധിക്കണം. ക്ലോസ് സിയിൽ പറയുന്നത് ടീകോം വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും കോസ്റ്റ് എല്ലാ എക്സ്പെൻസും എല്ലാം ചേർന്ന് കേരള ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ അതിന് മുമ്പ് ഉള്ള എയും ബിയും അനുസരിച്ച് ടീകോമിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ടീകോമിന്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്, കേരള ഗവൺമെന്റ് വക്താവായിട്ടല്ല സംസാരിക്കുന്നത്. കേരളത്തിലെ അഭ്യസ്തവിധരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് വന്നൊരു പദ്ധതി, 246 ഏക്കർ ഭൂമി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു പദ്ധതി, ആ പദ്ധതി 13 വർഷമായി നടക്കാതെ പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കാൻ, ഒരു റിവ്യൂ മീറ്റിംഗ് നടത്താൻ കഴിയാത്ത IT വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഇപ്പോഴും IT സംരംഭകരെ കബളിപ്പിച്ച ടീകോമിനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇപ്പൊ പറയുന്നത് എന്താ? UAE-യുമായിട്ടുള്ള നല്ല ബന്ധം അവസാനിച്ചു പോകുന്നതാണ്. അത് നോക്കാൻ വിദേശകാര്യമന്ത്രിയുണ്ട്, പിണറായി വിജയൻ നോക്കേണ്ട കാര്യമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്. നമ്മളെ കളിപ്പിച്ച ഒരു കമ്പനിക്ക് ഫേവർ ചെയ്ത് കൊടുക്കണമെന്ന് UAE-യിലെ ഒരു ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. ഇന്ത്യയും കേരളവുമായി നല്ല ബന്ധമാണ് UAE-ക്കുള്ളത്. UAE-യിലെ ഒരു കമ്പനി നമ്മളെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കണമെന്ന് ഒരു UAE ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. ഇതൊക്കെ ആളുകളെ കളിപ്പിക്കുന്ന പരിപാടി, അത് കയ്യിൽ വെച്ചാൽ മതി. ഇത് ടീകോമിനെ സഹായിക്കാനാണ്. സഹായിക്കാൻ വേണ്ടി ബാജു ജോർജിനെ കൂടെ വെച്ചു കൊടുത്തു. ടീകോമിന് വേണ്ടി വാദിച്ച, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാദിച്ച ഒരു വ്യക്തിയെ കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്മിറ്റിയിലൂടെ വെച്ചത് തന്നെ ഇതിലെ അഴിമതി വളരെ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ക്യാബിനറ്റ് തീരുമാനം തിരുത്തണം, കോമ്പൻസേഷനുള്ള നടപടി അവസാനിപ്പിക്കണം. 7(2)C അനുസരിച്ച് ഈ എഗ്രിമെന്റിൽ പറഞ്ഞത്, ഈ ഫ്രെയിംവർക്ക് ഓഫ് എഗ്രിമെന്റിൽ പറഞ്ഞ 7(2)C അനുസരിച്ച് കരാർ വ്യവസ്ഥകൾ ലംഘിച്ച, എഗ്രിമെന്റ് ലംഘിച്ച ആ ടീകോം കമ്പനിയുടെ മുഴുവൻ അസറ്റുകളും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇതിന് അദാനിക്ക് കൊടുത്തിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് അല്ല, പുള്ളി കണ്ണ് കാണത്തില്ലേ? 7(2)C എന്ന് വായിക്കണ്ടേ പുള്ളി? ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. 7(2)A-യും B-യും അവർക്ക് അനുകൂലമാണ്, C ആണ് നമുക്ക് അനുകൂലം. അപ്പൊ മുഖ്യമന്ത്രി A-യും B-യെ കണ്ടുള്ളൂ. കാരണം ഒരു മിനിറ്റ്, ടീകോമിന് ഗുണമുള്ളതാണ് കണ്ടത് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ A-യും B-യും അവർക്ക് അനുകൂലം, അത് മാത്രമേ കണ്ടുള്ളൂ പുള്ളി. 7(2)C അദ്ദേഹം കാണുന്നില്ല. കാരണം അത് ഗവൺമെന്റിനും കേരളത്തിനും ഗുണകരമാണ്. ഏതായാലും 13 വർഷത്തെ കാലതാമസം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി അങ്ങ് IT മന്ത്രിയായിരുന്നു. ഇത്രയും നിഷ്കരുണം കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം അവഗണിച്ചൊരു വ്യക്തിയാണ്. ഒരു മീറ്റിംഗ് പോലും ടീകോമിന് വേണ്ടി വിളിച്ചു കൂട്ടാത്ത IT മന്ത്രി ഇപ്പൊ 7(2)C അനുസരിച്ച് അവർക്ക് പ്രയോജനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. C 2017 അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാലത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ച് ആൾട്ടർനേറ്റീവ് വേസ് ഉണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അങ്ങ് പറഞ്ഞ ശരിയാണ്, 2017 ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി യോഗം വിളിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ല? മൈക്രോസോഫ്റ്റിന്റെ ഒരു ബോർഡ് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. ബോർഡ് എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല? IT മന്ത്രിയല്ലേ മുഖ്യമന്ത്രി, നേരിട്ട് ബാധ്യതയുള്ള ആളല്ലേ മുഖ്യമന്ത്രി. ഒരു യോഗം പോലും വിളിക്കാതെ ടീകോമിന് എല്ലാ സൗകര്യവും ഇപ്പൊ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത് എന്തർത്ഥമാണ്?
UAE ഒരു ഭരണാധികാരിയും പറയില്ല എഗ്രിമെന്റ് ലംഘിച്ച് ജനങ്ങളെ കബളിപ്പിച്ച ഒരു കമ്പനിയെ സഹായിക്കണമെന്ന് UAE ഒരു ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. നമ്മളുമൊക്കെ UAE പോവുകയും ഭരണാധികാരികളെ കാണുന്ന ആളുകളുമാണല്ലോ. തന്നെയല്ല ഇതൊന്നും പറയേണ്ട ഉത്തരവാദിത്തം പുള്ളിക്കല്ല. പുള്ളി എന്താ കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ലേ. ഒരു കമ്പനി ബേസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് 13 വർഷം വരെ ആ എഗ്രിമെന്റ് പാലിക്കാതെ മുന്നോട്ട് പോയാൽ അവരുടെ പേരിൽ നടപടിയെടുത്താൽ ഏത് ഗവൺമെന്റാണോ അതിനെ എതിർക്കാൻ പോകുന്നത്? ഇതൊക്കെ കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ മതി, മറ്റുള്ള ആളുകളോടൊന്നും പറഞ്ഞാൽ വില പോവില്ല.